ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് കിടിലൻ ടേസ്റ്റുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി നോക്കാം. KFC ഒക്കെ പോലെ ടേസ്റ്റുള്ള, പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുള്ള കിടിലൻ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി. അതും നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിന് വേണ്ട ഒരു ബൗളിലേക്ക് 1.25 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചെടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട്. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 15 മിനിറ്റ് വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടർ മിൽക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മൾ വെളുത്തുള്ളി ചതച്ചതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഒരു മീഡിയം സൈസ് പീസുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായി ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഒരു 4 മണിക്കൂർ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം വേറൊരു ബൗളിൽ 2 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ കശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുക. വേറൊരു ബൗളിൽ 1 കപ്പ് മൈദയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1.5 കപ്പ് നല്ല തണുത്ത വെള്ളം, ഫ്രീസറിൽ ഞാൻ കുറച്ച് നേരം വെച്ച വെള്ളം കേട്ടോ, നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തോട്ട് 1 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ മിക്സ് ചെയ്തിട്ട് അതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായി മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സ് ചെയ്ത ചിക്കൻ നമ്മളുടെ മൈദയുടെ ബാറ്ററിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമ്മളെ മൈദയുടെ കൂട്ടുണ്ടല്ലോ പൊടി, അതിലും കൂടെ ഒന്ന് നന്നായി പ്രസ് ചെയ്തിട്ട് തന്നെ എല്ലായിടത്തേക്കും ആ മൈദ പൊടി എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു 4 പീസ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു എല്ലാവരും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയിട്ട് വരും. ഡീപ്പ് ഫ്രൈ ആണല്ലോ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് കുക്കായി വരും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഉള്ളിൽ വേവില്ല, പുറമേ നല്ല ക്രിസ്പിയായി ചിലപ്പോൾ കരിഞ്ഞ് വരും, ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റിൽ ഇത് അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള റോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വെറും നമ്മളെ വീട്ടിലെ ചേരുവകൾ മാത്രം യൂസ് ചെയ്തിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.